ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മുടെ ഹീറോ പ്ലഷർ വണ്ടി സെൽഫ് എടുക്കാത്ത കംപ്ലയിൻ്റ് ആയിട്ടാണ് വന്നത്. സെൽഫ് സ്റ്റാർട്ട് ആവില്ല. അപ്പോൾ അത് കംപ്ലയിൻറ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ നിലവിൽ അതിൻ്റെ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ സെൽഫ് മോട്ടറിൻ്റെ ആണ് കംപ്ലയിൻറ്റ്. സെൽഫ് മോട്ടർ പോയേക്കണതാണ്. ഇപ്പോൾ മോട്ടർ മാറ്റി നമ്മൾ പുതിയതൊരെണ്ണം വെച്ച് സെറ്റ് ചെയ്ത് വണ്ടി സ്റ്റാർട്ടായിരുന്നു. നമുക്കിപ്പോൾ സെൽഫ് മോട്ടർ വരുമ്പോൾ നമുക്ക് അതിൻ്റെ റേറ്റ് വന്നത് 1832 രൂപയാണ് വന്നത് കേട്ടോ. 1832 രൂപ. പിന്നെ നമുക്ക് അത് കൂടാതെ കൊണ്ട് ഇപ്പോഴത്തെ കംപ്ലയിൻറ്റ് ശരിക്കും ആ മോട്ടർ മാറ്റി വെച്ച് കഴിഞ്ഞാൽ കംപ്ലയിൻറ്റ് മാറും. പക്ഷേ നമുക്ക് അതിൻ്റെ ബാറ്ററി നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോണ്ടല്ലോ 2021 മോഡൽ ബാറ്ററിയാണ് ഇത് ഇരിക്കുന്ന ബാറ്ററി. അതായത് ഏകദേശം 3 വർഷത്തിന് മുകളിൽ പഴക്കമുണ്ട്. അപ്പോൾ നമ്മൾ ബാറ്ററിയുടെ ടെസ്റ്റ് നടത്തുന്ന സമയത്ത് അതിൻ്റെ റിസൾട്ട് ഫെയിൽഡ് കാണിക്കണം. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ വോൾട്ട് നോക്കുമ്പോൾ 12.53 വരെ കിട്ടുന്നുണ്ട്. പക്ഷേ നമ്മൾ ബാറ്ററി ടെസ്റ്റിലേക്ക് കൊടുക്കുന്ന സമയത്ത് ഇവിടെ ഡാമേജ് ആയിട്ട് കാണിക്കുക, പോയ ബാറ്ററി ആയിട്ടാണ് കാണിക്കണേ. അപ്പോൾ ഇപ്പോൾ സെൽഫിൻ്റെ പ്രശ്നം കാണിക്കുന്നത് മോട്ടറാണെങ്കിലും പിന്നീട് പ്രശ്നം വരാൻ സാധ്യതയുണ്ട്. അത് ബാറ്ററിയുടെ കംപ്ലയിൻറ്റ് കൊണ്ട് വീണ്ടും സെൽഫ് സ്റ്റാർട്ട് കംപ്ലയിൻറ്റ് കാണിക്കാനായിട്ടുള്ളൊരു സാധ്യതയുണ്ട്. ഇപ്പം നമുക്ക് സെൽഫ് മോട്ടർ മാറ്റി വെച്ച് കഴിഞ്ഞാൽ വണ്ടി ഓക്കെയാണ്, പ്രശ്നമില്ല. പിന്നീട് കംപ്ലയിൻറ്റ് കാണിക്കുമ്പോൾ നമുക്ക് ബാറ്ററി മാറ്റിയാലും മതി കേട്ടോ. അപ്പോൾ 2 പ്രോബ്ലം ഉണ്ട്. അപ്പോൾ അത് അറിഞ്ഞിരിക്കുക. അപ്പോൾ നമ്മൾ സെൽഫ് മോട്ടർ മാറ്റി റെഡി ആക്കിയാലും പിന്നീട് സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് വന്ന സമയത്ത് നമുക്കിങ്ങനെ ഒരു കൺഫ്യൂഷൻ ഇല്ലാതിരിക്കാനാണ് കൃത്യമായിട്ട് ഇതിൻ്റെ ടെസ്റ്റ് റിപ്പോർട്ടും കൂടി കാണിക്കണേ റിസൾട്ടാണ്. അപ്പോൾ നിലവിൽ ബാറ്ററി ഡാമേജ് ആയിട്ടാണ് കാണിക്കുക, പോയ ബാറ്ററി ആയിട്ടാണ് കാണിക്കണേ. അപ്പോൾ കംപ്ലയിൻറ്റ് കാണിച്ചിട്ട് ഓൾറെഡി മാറ്റിയാലും മതി. ഇപ്പോൾ ഞാൻ അതിൻ്റെ സെൽഫ് മോട്ടർ അടക്കം റിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കോസ്റ്റ് വരുന്നുണ്ടെന്നൊരു എസ്റ്റിമേറ്റ് ആക്കി നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സപ്പിലേക്ക് ഇടാം. അതേപോലെ ബാറ്ററി എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിലും അതിൻ്റെ കേസ് കൂടി ഒന്ന് പറഞ്ഞേരെ. നമ്മൾ അതനുസരിച്ചിട്ട് വേണമെങ്കിൽ അത് ക്ലേസിന് അതും ചെയ്യാം കേട്ടോ. അതല്ലെങ്കിൽ കംപ്ലയിൻറ്റ് ആയിട്ട് മാറ്റിയാലും മതി, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം നമുക്ക് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഇട്ടേക്കാം. നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണേ കേട്ടോ.